ആ ലൈവിൽ പറയുന്നുണ്ട്. അതായത് ഒരു സിനിമ സെറ്റിലുണ്ടായ ഒരു ദുരനുഭവം. ആ അനുഭവത്തെപ്പറ്റി പറയുമ്പോഴും ആരാണ് സിനിമാ നടനെന്ന് പുള്ളിക്കാരി എടുത്ത് പറയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ പലരും വിമർശിക്കുന്നുണ്ട്. അതായത് ഇത് അന്ന് നടന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് പിന്നീടാണോ എന്ന് പറയുന്നത്, എല്ലാം അറിഞ്ഞതിന് ശേഷമാണോ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പലരും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതും വിൻസി അലോഷ്യസ് പറയുന്നുണ്ട്. വിൻസി അലോഷ്യസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു കഥാപാത്രത്തിന് ഒരുത്തനെ നായകനാക്കി വെച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നു. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് നമ്മളിൽ ഓരോരുത്തർ ഇപ്പോൾ എന്നെ വെച്ചൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ ഭാവങ്ങളും എൻ്റെ രൂപങ്ങളും എല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് ആ ഒരു തിരക്കഥാകൃത്ത് ആ കഥ എഴുതുന്നത്. അപ്പോൾ ആ കഥയിലുള്ള കഥാപാത്രത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് അതിലെന്തെങ്കിലും ആ കഥാപാത്രത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സിനിമയുടെ ആ ഒരു പ്ലാൻ മുഴുവനും തകിടം മറിയും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 30-40 ദിവസത്തിന് മുകളിൽ അവരൊരുമിച്ച് അഭിനയിക്കുകയും അതിനിടയിൽ ആ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവത്തെ പറ്റിയാണ് അല്ലെങ്കിൽ അവിടെ കണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് വിൻസി അലോഷ്യസ് ഈ പറയുന്ന മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് പറയുന്നത്.